ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആം വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ പോവാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ തിരൂര് മുതൽ ആലുവ വരെ ട്രെയിനിലാണ് പോകുന്നത്. ഫൈനലി ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മുന്നേ ഞാൻ ഈ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇൻഡിഗോ ആണ് ഫ്ലൈറ്റ്, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചി ടു കാലിക്കറ്റ്, കാലിക്കറ്റ് ടു ബാംഗ്ലൂർ. ഞങ്ങൾ കയറിയ ഫ്ലൈറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. വിധു പ്രതാപ്, പിഷാരടി, സയനോര, ലാലു അലക്സ്. ഇവർക്കെല്ലാം കാലിക്കറ്റിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് കാലിക്കറ്റ് ലാൻഡ് ചെയ്യാനായപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടൊക്കെ തിരയായിരുന്നു. ഞങ്ങളുടെ ഹോം ടൗണിലെ റോഡ്സൊക്കെ കണ്ടെങ്കിലും വീട് കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിലെത്തി. ഇന്ത്യയിലെ 3rd ബിസിയസ്റ്റ് എയർപോർട്ടാണ് കേട്ടോ ഇത്. അടിപൊളി എയർപോർട്ടാണിത്. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിലേക്ക് വരുന്നത്. ബാംഗ്ലൂരിലെത്തിയപ്പോൾ ഈവനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. 1 മണിക്കൂർ ഡിലേ വന്നിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. HBR ലേഔട്ടിലായിരുന്നു റൂം എടുത്തത്. ഈ റൂമിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു ഇത്. 2 റൂമാണ് വരുന്നത്. പിന്നെ ഡൈനിങ് ഹാളിൽ സോഫ കം ബെഡും വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ നല്ല അടിപൊളി, നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു കേട്ടോ. പിന്നെ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളും ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ നല്ല അഫോർഡബിൾ റേറ്റും ആണ്, നല്ല അടിപൊളി റൂമും ആണ്. അങ്ങനെ നൈറ്റ് ഇവിടെ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെയും ഇന്നലെ ഓർഡർ ചെയ്ത ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. കൂടെ വടയും ഇഡലിയും കൂടി ഓർഡർ ചെയ്ത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. പാലസിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല. എൻട്രൻസ് ഫീ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പാലസിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വിധാൻ സൗധ കാണാൻ വേണ്ടിയിട്ട് പോയി. നട്ടുച്ചക്കാണ് പോയത്. ഈ ടൈം ഭയങ്കര വെയിലാണ്. അപ്പോൾ പോവുകയാണെങ്കിൽ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. കാണാൻ നല്ല അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും.
പോകുന്ന വഴി നമുക്ക് ഒരുപാട് മ്യൂസിയങ്ങൾ കാണാനുണ്ട്. ഒന്ന് ഗവൺമെൻറ് മ്യൂസിയം, 2 വിശ്വേശ്വരയ്യ മ്യൂസിയം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മ ബംഗളൂരു അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. കബ്ബൺ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് അക്വേറിയമാണ്. ടണൽ അക്വേറിയവും എക്സോട്ടിക് ഫിഷസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ പ്ലേസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ അക്വേറിയത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടാൽ ഫീസസും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പോർഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അക്വേറിയൊക്കെ ഫുൾ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ കബ്ബൺ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത്, പക്ഷേ കബ്ബൺ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഞാൻ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ വീഡിയോ എടുക്കാനും മറന്നു പോയിട്ടോ. നെക്സ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ആക്ച്വലി ഞാൻ കബ്ബൺ പാർക്കിലും ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും എക്സൈറ്റ്മെൻ്റ് ഇല്ലായിരുന്നു കേട്ടോ. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫുൾ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഒരുപാട് തവണ ലാൽബാഗിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വാട്ടർഫോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് ഏക്കറിലാണ് ലാൽബാഗ് വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ ഞാൻ പോയത് UB സിറ്റി മോളിലാണ്. ഒരു വൈബ് മോളാണ് കേട്ടോ. ഇവിടുത്തെ ഫുൾ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഏത് മോളിലേക്ക് പോയില്ലെങ്കിലും UB സിറ്റി മോൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. ഒരുപാട് ഷോപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ കുട്ടികളൊക്കെ ടയേർഡായിട്ട് ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്ലേസിൻ്റെ നൈറ്റ് വ്യൂ. അടിപൊളി വൈബ് ഏരിയ ആണ്. സ്വിമ്മിംഗ് പൂളും ക്യാരംസും. നിങ്ങൾ ബാംഗ്ലൂർ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് സ്റ്റേ ഓപ്ഷനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ് അടിപൊളി. നൈറ്റ് ഞങ്ങൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ നേരെ പോയത് അവിടുത്തെ ലുലു മാൾ കാണാൻ വേണ്ടിയിട്ടാണ്. ലുലു മാളിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 8 മണിക്കായിരുന്നു ട്രെയിന്. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിലാട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോയത്.